നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SVT ഹോസ്പിറ്റലിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. മിക്ക അമ്മമാർക്കുള്ള ഒരു ഡൗട്ടാണ്, കഞ്ഞി കൊടുക്കാവോ, കഞ്ഞി എപ്പോഴും കൊടുക്കുന്നത് നല്ലതാണോ, അതുപോലെ തന്നെ ഐസ്ക്രീം ആൻഡ് ചോക്ലേറ്റ്സ് എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് 1 വയസ്സിന് കൊടുക്കാവോ, 2 വയസ്സിന് കൊടുക്കാവോ എന്നുള്ള ഒരു കൺസേൺ അല്ലേ. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിലൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മൈൻഡിൽ വെക്കുക. എന്നിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കാവുന്നതും. കഞ്ഞിയിൽ എന്താ ഉള്ളത്, കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ് മാത്രമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഏത് ടൈമും കഞ്ഞി കുഞ്ഞുങ്ങൾ കുടിക്കുമായിരിക്കും. കാരണം അതിന് വേറെ ടേസ്റ്റ് ഇല്ല, എന്ന് വെച്ചാൽ എരിവില്ല, വേറെ പച്ചക്കറികളില്ല, ഒന്നുമില്ല. സോ അവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കുടിക്കുന്ന കഞ്ഞി മാത്രമാണെങ്കിൽ അവരുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ് മാത്രമായിരിക്കും ചെന്നെത്തുന്നതും കുറച്ച് പ്രോട്ടീൻ മാത്രമായിരിക്കും എത്തുന്നത്. പക്ഷേ നമ്മൾ ഈ വളർന്നു വരുന്ന ഗ്രോണപ്പ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് മാത്രം മതിയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതും അത്യാവശ്യമാണ്. അവർക്ക് വേണ്ട പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, കാൽഷ്യം, അതുപോലെ തന്നെ വാട്ടർ, വെള്ളം, ഇത്രയും കാര്യങ്ങൾ കുഞ്ഞുങ്ങളിൽ ഡെയിലി അവരുടെ ബോഡിയിൽ എത്തണം. എന്നാൽ മാത്രമേ അവരുടെ ഫിസിക്കൽ ഗ്രോത്തും മെൻറ്റൽ ഗ്രോത്തും ബ്രെയിൻ ഡെവലപ്മെൻറ്റും ഒക്കെ നല്ല രീതിയിൽ നടക്കത്തുള്ളൂ. കാരണം ഈ കുഞ്ഞുങ്ങൾ 4, 5, 6 ഇയേഴ്സൊക്കെ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ആക്റ്റീവായിരിക്കും, ഓടിയും ചാടിയൊക്കെ നിൽക്കുന്ന കുട്ടികളാണ്. സോ നമ്മൾ കഞ്ഞി മാത്രം കൊടുത്ത് കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കാണ്ടിരിക്കുക. അത് നമ്മൾ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അവർക്ക് വേണ്ട രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റ്, മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം നമ്മൾ ഫുഡിലൂടെ തന്നെ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. നമ്മൾ ഡയറക്റ്റ്ലി ക്യാരറ്റൊക്കെ കൊടുത്താൽ കഴിക്കാത്ത കുട്ടികളുണ്ടാവും. അതിന് നമുക്ക് വേറെ ഓപ്ഷൻസ് ഇഷ്ടം പോലെ തന്നെ നമുക്കറിയാം. പേസ്റ്റ് ചെയ്ത് നമുക്ക് ഓരോ ദോശയിലോ അല്ലെങ്കിൽ ഏതിലെങ്കിലുമൊക്കെ മിക്സപ്പ് ചെയ്ത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ കൊടുക്കാവുന്നതാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, ഈ ഐസ്ക്രീമും ചോക്ലേറ്റ്സൊക്കെ എപ്പോഴാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതിനൊന്ന് ബാൻഡ് പറയാൻ പാടില്ല. കാരണം ഐസ്ക്രീം ആൻഡ് ചോക്ലേറ്റ്സ് നമുക്ക് കൊടുക്കാം. കാരണം ഒരു 2-3 ഇയേഴ്സൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് സോഷ്യലൈസേഷൻ കൂടും അല്ലേ. ആ സമയത്ത് നമ്മൾ കിൻഡർ ഗാർഡനിലോ അല്ലെങ്കിൽ പ്ലേ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പം അവിടുത്തെ ഈ കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ ഈ ഒരു ചോക്ലേറ്റ് കഴിക്കുന്നുണ്ടാവും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മൈൻഡിൽ എന്താ വിചാരിക്കണത്, എൻ്റെ അമ്മ ഇതൊന്നും വാങ്ങി തന്നിട്ടില്ല, എനിക്കിതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, എനിക്കതിൻ്റെ ടേസ്റ്റ് അറിയണം എന്നുള്ളൊരു തോട്ടൊക്കെ വരും. സോ നമ്മൾ അതിലേക്ക് പോവാണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ശീലിപ്പിക്കുന്നത് പോലെ ഇരിക്കും കുഞ്ഞുങ്ങൾ ശീലിച്ച് വരുന്നത്. നമ്മൾ ഓവറായിട്ട് ഈ ചോക്ലേറ്റ്സും ഐസ്ക്രീംസും ഒന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. പക്ഷേ ഇടയ്ക്ക് നമ്മൾ വല്ലപ്പോഴും കൊടുക്കുന്നതിൽ തെറ്റില്ല. അത് ഈ ഐസ്ക്രീമിലും ചോക്ലേറ്റ്സിലും യാതൊരു ബെനിഫിറ്റും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഒരു പ്ലഷറിന് വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങളുടെ സന്തോഷം, കുഞ്ഞുങ്ങളുടെ പ്ലഷറിന് വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അത് വല്ലപ്പോഴും കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. വല്ലപ്പോഴും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്, മന്ത്ലി വൺസോ അങ്ങനെ. അല്ലാണ്ട് ഓരോ കുഞ്ഞ് കരയുമ്പോൾ എനിക്കിത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന സമയത്ത് ഓൺ ദി സ്പോട്ട് നമ്മൾ പോയി വാങ്ങിച്ചു കൊടുക്കുന്നതിലല്ല. നമ്മൾ ആ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം. സോ ഇതിന് ഐസ്ക്രീം അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇത് കൊടുക്കുന്നതിൽ നമ്മൾ പ്രത്യേക ആയിട്ടുള്ളൊരു ഏജ് ലിമിറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ പീരീഡോ നമ്മൾ വെക്കുന്നില്ല. പക്ഷേ നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും എല്ലാം കിട്ടുന്നുണ്ടോ, ഡേ ബൈ ഡേ കിട്ടുന്നുണ്ടോ. കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നമ്മൾ മന്ത്ലി ചെക്ക് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അവരുടെ വെയിറ്റ്, അവരുടെ ഹൈറ്റ്, അവരുടെ ഹെഡ് സർക്കംഫറൻസ് ഇതെല്ലാം കറക്റ്റാണോ, ആ ഏജിലുള്ള ഡെവലപ്മെൻറ്റിലുള്ള ഗ്രോത്ത് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. താങ്ക് യു.